നിലവിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കാരണം ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ ജോൺസന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ജോൺസൺ എവിടെ പോയി എന്നുള്ള വിവരവും പോലീസ് ലഭിക്കുന്നില്ല. കാരണം 16ഓളം സിമ്മുകൾ ജോൺസൺ ഇതിനോടകം കൈമാറിയിട്ടുണ്ടെന്നും ഉപയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് വിവരം കിട്ടു. അത് 1-2 ദിവസം ഉപയോഗിക്കും. സിമ്മ് കളയുന്ന ഒരു പ്രകൃതമാണ് ജോൺസൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതുവരെയും ജോൺസനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം കൃത്യം നടന്ന് 2.5 മണിക്കൂർ ശേഷമാണ് വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത്. അപ്പോഴേക്കും ജോൺസൺ 9:30 മണിയോടുകൂടി തന്നെ ഇന്നലെ കണ്ടെടുത്ത സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് ട്രെയിൻ മാർഗം പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ജില്ല വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കരുതുന്നു. ഇപ്പോൾ ജോൺസന്റെ ആണ് പ്രതി എന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ജോൺസൺ പ്രതിയാണെന്നുള്ള തെളിവുകൾ പോലീസ് ലഭിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ തെരച്ചിലാണ് ജോൺസൺ പെരുമാതുറയുള്ള വാടക വീട്ടിൽ നിന്നും 9 മണിയോടുകൂടി പോകുന്നതും കത്തിയുമായി പോകുന്നതിനും തെളിവുകൾ പോലീസ് ലഭിച്ചത്. പോലീസ് പറയുന്നത് സംശയിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം 1 വർഷത്തോളമായി യുവതിയുമായി ജോൺസൺ അടുപ്പത്തിലായിരുന്നു. നിരവധി തവണ ഇവർ പുറത്തും മറ്റും പോയിട്ടുണ്ട്. യുവതിയുടെ ചിത്രങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ജോൺസൺ പലതവണ പൈസ കടം വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 3 ദിവസം കൃത്യം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് 2500 രൂപയും അതിന് മുമ്പ് 1,00,000-ൽ പരം രൂപയും വാങ്ങിയിട്ടുള്ളതായും പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. യുവതിയെ കൂട്ടണമെന്ന് ഈ ജോൺസൺ പറഞ്ഞിരുന്നു. പക്ഷേ യുവതി പോകാൻ തയ്യാറല്ലായിരുന്നു. കാരണം കുട്ടിയുള്ളതിനാൽ യുവതി അത് വിസമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അന്നേ ദിവസം രാവിലെ 9 മണിയോടുകൂടി വീട്ടിലെത്തിയ ജോൺസന് യുവതി ആയ നൽകുകയും തുടർന്ന് കയ്യിൽ കരുതിയ യുവതിയെ മയക്കുന്നതിന് വേണ്ടി ക്ലോറോഫോം പോലത്തെ എന്തോ സാധനം ഉപയോഗിച്ച് യുവതിയെ മയക്കി അതിനുശേഷമാണ് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തി വലിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ ലഭിച്ച പ്രാഥമിക നിഗമനം. അതിനുശേഷം യുവതിയുടെ ബൈക്കുമായി ഈ പ്രതി കടന്നു കളഞ്ഞു. 11:30 കഴിഞ്ഞ് 12 മണിയോടുകൂടിയായിരുന്നു യുവതിയുടെ ഭർത്താവ് പൂജാരിയായ രാജീവ് അമ്പലത്തിൽ നിന്ന് വരുന്നത്. അപ്പോഴേക്ക് യുവതി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. അന്നേരം കൃത്യം നടത്തിയ പ്രതി നാട് വിട്ടു പോകാനുള്ള സമയവും കിട്ടിയിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ പ്രതിയിലേക്ക് എത്താൻ വൈകിയത് തന്നെ പോലീസ് പറയുന്ന കാര്യം ഭർത്താവിന്റെ മൊഴിയിൽ ഭർത്താവിനെ ചോദ്യം ചെയ്തതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഭർത്താവ് പറയുന്നതിൽ അവ്യക്തത ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ യുവതിയുടെ മരണത്തിൽ ഷോക്കുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഈ പിന്നീട് പോലീസ് സംശയിക്കുന്നത് ഈ ഭർത്താവ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ജോലി നഷ്ടമാകുമോ എന്ന് പേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മൊഴിയിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ പോലീസ് സംശയിക്കുന്നത്. ഏതായാലും ഭർത്താവിനെ വീണ്ടും ചോദ്യം ചെയ്തെന്നാണ് കൂടുതൽ വ്യക്തമായത്. 1 വർഷത്തോളമായി യുവതിയും ഈ പ്രതിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി സിമ്മുകൾ യുവതിയും പ്രതിയും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പല സിമ്മുകളും ഭർത്താവ് തന്നെ യുവതിയിൽ നിന്നും പിടിച്ച് ഒടിച്ചു കളഞ്ഞിട്ടുണ്ടെന്നും ഭർത്താവ് പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഏതായാലും പ്രതിയെ ഉടൻ പിടികൂടാനുള്ള ഒരു ടീമിനായി കണ്ടെത്താനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. 4 ടീമുകൾ കേന്ദ്രീകരിച്ച വേർതിരിച്ചാണ്, അതായത് ഡാൻസ് ഓഫ് ടീമും 2 CIമാരുടെ ചിറയൻകീഴ് കടിഞ്ഞംകുളം CIമാരുടെ സംഘത്തിലുള്ള പോലീസും ഡിവൈഎസ്പിയുടെ പ്രത്യേക സ്ക്വാഡും ഈ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾ എത്താൻ സാധ്യതയുള്ള കഴിഞ്ഞ ദിവസം ട്രെയിനിൽ മാർഗം പോയിട്ട് ഒരു ട്രെയിൻ സംശയത്തിന്റെ പുറയിൽ പൂനെയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും അവിടെ നിന്ന് കൃത്യമായ വിവരം ലഭിച്ചില്ല. ഈ മാത്രമല്ല 12,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയും ഈ പ്രതിക്കുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നതോടെ ഒരു ദിവസം കൊണ്ട് 1000-ഓളം ഈ ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പ്രതിയെ നാട്ടുകാർക്ക് തന്നെ മനസ്സിലായി, മറ്റുള്ളവർക്ക് മനസ്സിലായി ഇവരാണ് പ്രതി എന്നുള്ളത് മനസ്സിലായി. കാരണം പ്രതിക്ക് അത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള മനസ്സുണ്ടെന്നും ഈ പ്രതിയുടെ ഭാര്യ തന്നെ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അത് 3 മക്കളുണ്ട്. അദ്ദേഹം പല കുറ്റകൃത്യങ്ങളും നേരിട്ടുള്ള ആളാണ്. ഇതിനെതിരെ ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രതിക്കെതിരെ നിരവധി കേസുകളുമുണ്ട്. എന്തായാലും ഇപ്പോൾ കൊല്ലം സ്വദേശിയായിട്ടുള്ള ജോൺസന് വേണ്ടിയുള്ള തെരച്ചിൽ കടിഞ്ഞംകുളം പോലീസും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സംഘവും ഡാൻസ് ഓഫ് ടീമും ഊർജിതമായി നടക്കുന്നുണ്ട്. ഉടൻ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് കരുതുന്നത്. വിമാനത്താവളങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.